കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യർ 10:5 അതിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കും. ടേക്ക് എവറി തോട്ട് ക്യാപ്റ്റീവ് ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് നമ്മുടെ വിചാരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പിടിച്ചടക്കണം. നമ്മുടെ എല്ലാ വിചാരങ്ങളും, നമുക്കൊരുപാട് വിചാരങ്ങൾ, ചിന്തകൾ, സങ്കല്പങ്ങൾ ഒക്കെ വലത്തിൽ കൂടെ വരും. നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞ് ആണെന്ന് വരികിലും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ടിവിയുമുണ്ട്, അതുപോലെ നമുക്ക് മൊബൈലുണ്ട്, നമുക്ക് പത്രങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കാഴ്ചകളാണ് ഇന്ന് ലോകത്തുള്ളത്. നമ്മൾ കണ്ടതും കേട്ടതും ഇങ്ങനെ നമ്മുടെ തലച്ചോറിൽ വന്ന് ഇതെങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഒട്ടുമുക്കാലും കർത്താവിനോട് എതിർത്ത് നിൽക്കുന്നതാണ്. കർത്താവിനെ ഇഷ്ടമുള്ളതല്ല, നമ്മെ നശിപ്പിക്കുന്നതാണ്, നമ്മുടെ ആത്മീയത നശിപ്പിക്കുന്നതാണ്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വരുന്ന ചിന്തകളെ എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. അതിനെ ഉന്മൂലനാശം ചെയ്യണം. അതെങ്ങനെ സാധിക്കും? ഒന്ന്, നമ്മൾ ദൈവവചനമാണ് ഓർമ്മയിൽ നിന്ന് അപ്പോഴെടുക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ടാരി ചെയ്യുമ്പോൾ ദൈവവചനം, അതിന് അനുയോജ്യമായ വചനം, ഈവിൾ തോട്ട്സിനൊക്കെ ഭേദിക്കാൻ പറ്റുന്ന വചനം ദൈവവചനത്തിലുണ്ട് ഒരുപാട്. അത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കണം ഹൃദയത്തിൽ. എന്നിരുന്നാൽ മാത്രം അതോട് ഉപയോഗിക്കണം. ദൈവവചനം ഉപയോഗിക്കണം. സങ്കീർത്തനം 119 എന്ന് പറയുന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ. അല്ല 15-ാം വാക്യം എന്തോ പറയുന്നത്? പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? സംഭരിച്ചു വയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ ദൈവവചനം സംഭരിച്ചു വയ്ക്കുകയാണെങ്കിൽ തക്ക സമയത്ത് അതിൽ നിന്ന് ഒരു വചനം എടുത്ത് അതായത് ആ ചിന്തയെ നമുക്ക് ഓടിച്ചു കളയാൻ കഴിയും. മനസ്സിലായോ? അത് വളരെ പ്രധാനമാണ്. രണ്ടാമത് കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനോഹരമായിട്ടുള്ള പാട്ട്, അല്ലെങ്കിൽ പാട്ടിൻ്റെ ഈരടി, അല്ലെങ്കിൽ കോറസ്, അത് നമുക്ക് പാടാൻ സാധിക്കണം. നമ്മെ എപ്പോഴും നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ചീത്ത പാട്ടുകളായിരിക്കും, ചിലപ്പോൾ ചീത്ത ചിന്തകളായിരിക്കും, ചീത്ത സീനുകളായിരിക്കും, നമ്മൾ കണ്ട സീനുകൾ. അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മീയത ചോർന്നു പോവുകയാണ്. നമ്മൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കുഞ്ഞെ, നമ്മൾ കർത്താവിന് നല്ല ശക്തിയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ പിടിച്ചടക്കിയേ പറ്റും. അപ്പോൾ അതിന് പാട്ട് നല്ലതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കണമെന്നാണ്. മനസ്സിലായ? പാട്ടിങ്ങനെ മൂണിക്കൊണ്ടിരിക്കണം. കർത്താവിനെ സ്തുതിക്കുന്നത് എപ്പോഴും ആരോഗ്യകരമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പാട്ട് അന്യ ചിന്തകളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ വളരെ സഹായകരമാണ്. ഇത് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കണം. യേശു കർത്താവിനോട് മുഖാമുഖമായി കാര്യങ്ങൾ പറയണം. കർത്താവ്, ഈ ചിന്ത എന്നെ വല്ലാതെ വലയ്ക്കുന്നു, നാളത്തെക്കുറിച്ചുള്ളതായ ചിന്ത എന്നെ വല്ലാതെ വലയ്ക്കുന്നു, ആ ഒരു പ്രശ്നം എന്നെ വല്ലാതെ വലയ്ക്കുന്നു, അതുപോലെ എൻ്റെ ഈ കാര്യം വല്ലാതെ വലയ്ക്കുന്നു, എൻ്റെ ഔദ്യോഗികമായ കാര്യത്തിൽ എനിക്ക് വലിയ തകരാറായിരിക്കുന്നു. ഇതൊക്കെ കർത്താവിനോട് പറയണം. അങ്ങനെ കർത്താവിനോട് പറഞ്ഞേ ഈ പ്രശ്നം പരിഹരിക്കുള്ളൂ എന്നുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനത്തെ നമ്മുടെ ചിന്തയിൽ വരും. അത് നമ്മൾ ഒറ്റയ്ക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ വാതിലടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കസേരയിട്ടിരുന്ന് കർത്താവിനോടെല്ലാം പറഞ്ഞ് നമുക്ക് നമ്മുടെ ചിന്തകളെ നേരെ കൊണ്ടുവരാൻ സാധിക്കും. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമുക്ക് മുന്നോട്ട് പോയേ തീരുള്ളൂ. ഈവിൾ തോട്ട്സിനോട് കൂടിയതെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചീത്തയായ ചിന്ത വഴികളിലും നമ്മളെ തകർത്ത് കളയുന്ന ആ ചിന്തകളിലൂടെയൊക്കെ നമുക്ക് പോയാൽ ശരിയാവില്ല. നാളെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടരുതെന്ന് കർത്താവ് അല്ലേലും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവന് ഓരോ ദിവസവും നമുക്ക് വേണ്ടിയത് തന്ന് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയും. എല്ലാ നിമിഷങ്ങളിലും കർത്താവ് നമ്മെ നടത്തുവാൻ മതിയായവനാണ്. അതുകൊണ്ട് പാട്ടിലൂടെയും ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയും ഒറ്റയ്ക്കുള്ളതായ ഈ പരിശീലനത്തിലൂടെ ഇതൊന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം വിജയകരമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം.
ദൈവം ഈ വചനത്താളെ നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ.